ദേശീയപാത ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ദേശീയപാത പുതുതായിട്ട് 6 വരിപ്പാത വരും, 4 വരിപ്പാത വരും എന്നൊക്കെ നമ്മൾ ആഘോഷിച്ചത്. ദേശീയപാത വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഉപയോഗക്രമങ്ങൾ ഡ്രൈവർമാർക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. കാര്യം ദേശീയപാത മൾട്ടി ലൈൻ ട്രാഫിക്കില് ഒരു കാരണവശാലും ലോറിയോ കാറോ ഒന്നും നിർത്താൻ പാടില്ല. അത് മനസ്സിലാക്കണം. കാര്യം അതൊക്കെ ട്രാഫിക് ലെയിൻസ് ആണ്. ഓരോ ലൈനിലൂടെയും വാഹനങ്ങളുടെ സ്പീഡ് അനുസരിച്ച് പോകേണ്ടതാണ്. അപ്പോ പല അപകടങ്ങളും ഇപ്പൊ ഇന്ന് മറ്റൊരു അപകടവും ഞാൻ കേട്ടു. നിർത്തിയിട്ടിരുന്ന ലോറി എന്ന് പറഞ്ഞാൽ നിർത്താൻ പാടില്ല. അതൊരു കുറ്റമാണ്. ആ കുറ്റം മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ്. റോഡില് കാരിയേജ് വേയില്, എസ്പെഷ്യലി പുതിയ മൾട്ടി ലൈൻ ട്രാഫിക്കിന്റെ കാരിയേജ് വേയില് ഒരു കാരണവശാലും വണ്ടി നിർത്താൻ പാടില്ല. പലരും ഇന്നിപ്പോ കണ്ട ഒരു സീൻ, ഇപ്പൊ പല അപകടങ്ങളും ആൾക്കാർ പ്രൈവറ്റ് ബസ് ഇടിച്ചു കയറി, പ്രൈവറ്റ് കാർ ഇടിച്ചു കയറി മരിച്ചു. കൂടാതെ ഞാൻ ഒരു സീനും കൂടെ കണ്ടത്, ഒരു ഡ്രൈവർ ഹെഡ്ലൈറ്റും എല്ലാം ഓൺ ചെയ്തിട്ട് അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണ്. ഏത് സ്പീഡിൽ പോകേണ്ട കാരിയേജ് വേയില്. ആ ബോധവൽക്കരണം നടത്തേണ്ട ആരാണ്? ഹൈവേ പെട്രോളും RTOയും ആണ് അവരെ ബോധവാന്മാരാക്കേണ്ടത്. ഇത് നോക്കൂ, ഇത് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല. ഇത് വാഹനങ്ങൾ സ്പീഡിൽ ഓടേണ്ട ഒരു ലൈനാണ്, ഒരു കാരിയേജ് വേ ആണ്, ഒരു ഹൈവേ ആണ്. ഈ ഹൈവേ ഒക്കെ പണിതതിന് ശേഷം യാതൊരു ബോധവൽക്കരണം ഇല്ലാത്തത് മൂലം പലരും അവര് ഈ പറഞ്ഞ സുരക്ഷാ ബോധമില്ലായ്മ. സുരക്ഷാ ബോധത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കരൂർന്ന് തുടങ്ങണം. തമിഴ്നാട്ടിലെ ഈ സുരക്ഷാ ബോധം ഇന്ത്യക്കാരിൽ എന്തുകൊണ്ട് വളരുന്നില്ല? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തിനും അലക്ഷ്യമായിട്ടും അരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര. ഇപ്പൊ തന്നെ ഒരു മൈമുന എന്ന് പറഞ്ഞ ലേഡിയും അവരുടെ ഒരു കുടുംബത്തിലെ 3 പേര് ഒറ്റയടിക്ക് മരിച്ചു. എവിടെ പോയതാ? മൈസൂർ കുട്ടിയെ സ്കൂളിലോ കോളേജിലോ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, ഇത്ര പേര് എന്തിനാണ് ഒരു യാത്രയില്? അത്യാവശ്യം പേര് പോയാൽ പോരെ. പിന്നെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം വെച്ചിട്ടാണ് ഈ 2 പേരും കൂടെ മരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എവിടെങ്കിലും നിർത്തി ഒന്ന് അല്പം മയങ്ങിയതിന് ശേഷം ഓടിക്കുന്നതിന് പകരം ഈ വാഹനമായിട്ട് നിർത്താതെ ഒരു ബലം പിടിച്ചങ്ങ് ഓടിക്കുകയാണ്. ഈ മനുഷ്യന്റെ ജീവനൊരു വിലയില്ലേ? ആ വില കൽപ്പിക്കേണ്ട ആരാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമില്ല, ഇവരോടൊക്കെ ദേഷ്യമാണ് തോന്നുന്നത്. കാരണം പൊതുനിരത്തിൽ ഓടിക്കേണ്ട വാഹനങ്ങളുടെ ഒരു സുരക്ഷാ ബോധം, പൊതുനിരത്തിൽ എസ്പെഷ്യലി 4 വരിപ്പാത പുതുതായിട്ട് പണിതിനകത്ത് ഒരു കാരണവശാലും വണ്ടി നിർത്താൻ പാടില്ല, പാർക്ക് ചെയ്യാൻ പാടില്ല. അതറിയാത്തത് മൂലമാണ് ഈ പറഞ്ഞ ലോറിയുടെ പിന്നിൽ പോയി ഇടിച്ചു എന്ന് പറഞ്ഞുള്ള അപകടം ഉണ്ടായേക്കുന്നത്. ബസ്സിലും മറ്റും പാവപ്പെട്ട, പ്രത്യേകിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളായിരിക്കും. അവരുടെ മുഖവും ശരീരവും ഒക്കെ തന്നെ ചതഞ്ഞരഞ്ഞ് വികൃതമായി, മനുഷ്യന്റെ ജീവന് ഹത്യയുണ്ടായി. ഇതൊക്കെ ആരാണ് നോക്കുന്നത്? ആരാണ് ഇവിടെ ചോദിക്കാനും പറയാനും ഉള്ളത്? ഹൈവേ പോലീസിനെയാണ് വേണ്ടത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെ ആരെങ്കിലും ബ്രേക്ക് ലൈറ്റ് ഇല്ലാത്ത വണ്ടി പൊതുനിരത്തിൽ ഇട്ടാൽ മിക്ക ലോറികളുടെയും പിന്നിൽ ബ്രേക്ക് ലൈറ്റോ പാർക്ക് ലൈറ്റോ ഇന്റൻസിഫൈഡ് റിഫ്ലക്ടറോ ഒന്നും തന്നെ ഇല്ല. അത് ആരാണ് നോക്കണ്ടേ? പൊതുജനങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? കൂടാതെ ഈ ടോൾ ഹൈവേയിലെല്ലാം റൂട്ട് പെട്രോളിംഗ് സിസ്റ്റം ഉണ്ടാകണം. അതിനും കൂടി നമ്മൾ ടോള് കൊടുക്കുന്നുണ്ട്. ആംബുലൻസ് വേണം, റിക്കവറി ക്രെയിൻ വേണം. അപ്പോ ദേശീയപാത അതോറിറ്റി ഒരു കമ്പനിക്ക് ടോൾ വിരിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ ആ ഒറിജിനൽ കണ്ടീഷനിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അവരുടെ റൂട്ട് പെട്രോളിംഗ് ഓഫീസേഴ്സിൽ ചെന്നിട്ടാണ് ഇങ്ങനെ റോഡിൽ ആരെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എടുത്തോണ്ട് പോകാൻ പറയുന്നത്. കൂടാതെ ഇൻ കേസ് ബ്രേക്ക് ഡൗൺ ആയാൽ തന്നെയും ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഇട്ടിട്ട് ഒരു ട്രാഫിക് കോൺ പിന്നിൽ ഇത്തിരി അകലത്തിൽ വെച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന രാത്രി മഴക്കാലത്ത് കാണാൻ പറ്റുള്ളൂ. കൂടാതെ ദേശീയപാത അതോറിറ്റി റോഡ് പണിതപ്പോഴ് ഡ്രൈവർമാർക്ക് ഒരു റെസ്റ്റ് പ്ലേസ് പണിതിട്ടില്ല. വളരെ ദൗർഭാഗ്യകരമാണ്. ഈ പാവപ്പെട്ട ഇന്റർസ്റ്റേറ്റ് ഡ്രൈവർമാര് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് സാധന സാമഗ്രികളൊക്കെ കൊണ്ടുവരികയാണ്. അറിയാമല്ലോ, നമ്മുടെ നാട്ടില് എപ്പോഴും നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കേരളത്തിന് ലോറികളുടെ ആവശ്യം, സാധനങ്ങളുടെ ആവശ്യം ഉണ്ട്. പക്ഷേ എവിടെയാണ് ആ ഡ്രൈവർമാർക്ക് ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം? അതില്ല. അപ്പോ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. മനുഷ്യജീവൻ ഡോഗ്സിന് തുല്യമാണ്. ഡോഗ്സ് ഇത്രയും മരിക്കുന്നില്ല റോഡില്. എന്താണിത്? എന്ത് പരിഷ്കാരമാണ് നാട്ടിൽ നടക്കുന്നത്? എന്ത് ഉത്തരവാദിത്തമാണ് ഈ സർക്കാർ ചെയ്യുന്നത്? വേണ്ടത്ര ഏജൻസികൾ, പോലീസിന്റെ ശ്രദ്ധ ഒട്ടും തന്നെ റോഡിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. അവരെ കുറ്റപ്പെടുത്തുക തന്നെ വേണം. കാര്യം ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്.
ആ പോലീസ് അനങ്ങുന്നില്ല. നമ്മളിപ്പോ എത്ര പ്രാവശ്യം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അവിടുത്തെ ഹൈവേ പെട്രോൾ പോലീസ് എന്താണ് ചെയ്യുന്നത്? പിന്നെ ഈ കമ്പനികളുടെ വണ്ടി, അത് റൂട്ട് പെട്രോൾ വണ്ടിയാണ്, അത് നടക്കുന്നുണ്ടോ ഓടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് MVD ആണ്. റോഡ് സേഫ്റ്റി അവരുടെ ബേബിയാണ്. അപ്പൊ ഇത് ഒരു അന്തവും കുന്തും. പിന്നെ ജനങ്ങളാണെങ്കിൽ എത്ര പറഞ്ഞാലും അവർക്ക് ബോധമില്ല. അവര് ഒരു കുട്ടിയെ കൊണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എയർപോർട്ടിൽ ഒരാളെ ആക്കാൻ വേണ്ടി പോകുമ്പോൾ കുടുംബസമേതം പോയിട്ട് കൂട്ടമരണം ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെയാണ് പലർക്കും വാഹനം ഓടിക്കാൻ അറിയാം. അതിപ്പോൾ 4 വീലർ ആയാലും 2 വീലർ ആയാലും 18 വയസ്സ് മുതൽ തന്നെ എല്ലാവരും ഓടിക്കാൻ അവർ സജ്ജമായിരിക്കുകയാണ്. എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ വാഹനം ഓടിക്കാൻ അറിയാം, അത് എങ്ങനെ നിരത്തിലൂടെ ഓടിക്കാം, അതെങ്ങനെ നിയമം പാലിക്കണം മുതലായ കാര്യങ്ങളാണ് അറിയാത്തത്. അത് കൃത്യമായിട്ട് തന്നെ ഇവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികൾക്കൊക്കെ തന്നെയും വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാത്ത വ്യക്തികൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും കൃത്യമായിട്ട് ക്ലാസ്സുകളും ഒക്കെ എടുക്കേണ്ടത് അനിവാര്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും വേണം. ഇന്ത്യയിൽ എന്തുകൊണ്ട്? ഇന്ത്യ ലോകത്തെ ഏറ്റവും മുന്തിയ റോഡ് അപകട രാജ്യമാണ്. നാണം കെട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഈ റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് വെറുതെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഇതിന് നമ്മൾ പെർഫെക്ഷൻ വേണം. എന്തിനാണ് പെർഫെക്ഷൻ വേണ്ടത്? പെർഫെക്ഷൻ ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, പെർഫെക്ഷൻ ഇൻ ഡ്രൈവിംഗ് കൾച്ചർ ആൻഡ് ഡ്രൈവിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഇഷ്യൂ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്. മൂന്നാമത്തത് പെർഫെക്ഷൻ ഇൻ ലോ എൻഫോഴ്സ്മെന്റ്. പിന്നെ പെർഫെക്ഷൻ ഇൻ റോഡ് യൂസേഴ്സ് ബിഹേവിയർ. അത് വല്ലതും ഇന്ത്യയിലുണ്ടോ? കേരളത്തിലുണ്ടോ? ഇല്ല. അവരെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മരണങ്ങൾ കുത്തനെ കൂടുന്നു. ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അസംബ്ലിയിൽ ആ കൺസേൺഡ് മന്ത്രിയോട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞ് നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ ജനപ്രതിയായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരു വോട്ടറാണ് അതോടെ നഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോകല്ലേ, ഇപ്പൊ ഒറ്റയടിക്ക് 3 വോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കേ. അതേപോലെ തന്നെ ഇതിനകത്ത് ഗതാഗത കുരുക്ക്. അത്യാവശ്യം പോകേണ്ട ദേശീയ പാതയിലൂടെ പോകുന്നത് 65% പേരും അത്യാവശ്യക്കാരാണ്. അവരൊരു അപകടം ഉണ്ടായാൽ 2-3 മണിക്കൂർ റോഡ് കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്ക് ആയി കിടക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് ആരാണ് പരിഹാരം ഉണ്ടാക്കുന്നത്? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.